എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിരിക്കണം. പുതിയൊരു വീഡിയോ എടുക്കുവാണ്. നാട്ടിൽ നിന്ന് എനിക്ക് 2 പെട്ടി വന്നിട്ടുണ്ട്. 2 കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് പിക്ക് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. ഇവിടെ നിന്ന് നല്ലൊരു വെതറാണ്. സമ്മർ ഇന്നിവിടെ 28 സംതിങ് ആണ് ഡിഗ്രി കാണിച്ചു തന്നത്. സോ അപ്പോൾ നമുക്കിനി പെട്ടി എടുത്ത് അത് തുറന്ന് നോക്കിയാൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഹലോ, അങ്ങനെ നമ്മുടെ പെട്ടി കിട്ടിയിട്ടുണ്ട്. ബാക്കിൽ 2 പെട്ടി ഇരിക്കുന്നുണ്ട്. ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ചെന്നിട്ട് വേണം പൊട്ടിക്കാൻ. ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, കാരണം ഹെവി ആയിട്ടൊന്നും കഴിച്ചിട്ടില്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ അച്ചാറ് കാര്യങ്ങളും പിന്നെ വേറെ എന്തൊക്കെയോ ഫുഡ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന കാരണം ഹെവി ആയിട്ടൊന്നും കഴിച്ചിട്ടില്ല. ചെന്നിട്ടുള്ള ചോറും അച്ചാറും വേറെ എന്തൊക്കെയുണ്ട് അതൊക്കെ കൂടി ഒന്ന് പിടിക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇനി വീട്ടിലെത്തുമ്പോഴേക്കും സമയമാകും. അപ്പോഴേക്കും ക്ലൈമറ്റ് പോകും തോന്നുന്നു. സോ വീട്ടിലെത്തുമ്പോഴേക്കും സമയമാകും. എന്തായാലും ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അത് പൊളിക്കണം, അത് രക്ഷയില്ല. ഞാൻ വിചാരിക്കും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് പൊളിച്ചാലോ എന്ന്. പക്ഷേ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ പൊളിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റാപ്പിംഗ് പേപ്പറും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഫുള്ളി ഇതും കാറ് ഫുള്ളി ഇളകുമല്ല. അപ്പോൾ അത് കാരണം ഞാൻ വെയിറ്റിംഗ് ആണ്. നമുക്ക് ഇനി ബാക്കി വീട്ടിൽ ചെന്നിട്ട് പെട്ടി പിടിക്കുന്ന വീഡിയോ കാണാം. വീട്ടിലേക്ക് പോണ വഴിക്ക് നല്ല രീതിയിൽ മഴയും കാര്യങ്ങളും പെയ്യുന്നുണ്ടായിരുന്നു. ഏകദേശം 2 മണിക്കൂർ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ പെട്ടി ബാക്കിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മുടെ 2 പെട്ടീനെ റൂമിൽ എത്തിച്ചിട്ടുണ്ട്. ഈ 2 പെട്ടി ഏകദേശം 38 വെയിറ്റ് വരുന്ന 2 പെട്ടികളായിരുന്നു. പെട്ടി റൂമിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊട്ടിക്കണം. രാത്രി 10 മണി. എൻ്റെ ക്ഷമയൊക്കെ ഓൾമോസ്റ്റ് പോയിട്ടുണ്ട്. നമുക്ക് പൊട്ടിക്കാം. ഞാനിവിടെ കത്തി അതുപോലെ തന്നെ കത്രികയും എടുത്തിട്ടുണ്ട് പെട്ടി പൊട്ടിക്കാനായിട്ട്. നമുക്ക് നോക്കാം. ഞാൻ അവിടെ ഇരുന്ന് ആലോചിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇതെങ്ങനെ ഈ പെട്ടി പൊട്ടിക്കണ്ടേന്ന്. കാരണം നേരെ മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ സാധനം ചിലപ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സൈഡിൽ നിന്ന് മുറിക്കണമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതെൻ്റെ ഡ്രസ്സാണ്. ഡ്രസ്സും സാധനങ്ങളാണ്. ഗ്യാരണ്ടി പേപ്പറുകൾ, ഡ്രസ്സാണ്. എനിക്ക് തോന്നുന്നു ഈ ലഗേജ് ഫുൾ തന്നെ ഡ്രസ്സാണ്. സംശയമുണ്ട്. ഇതൊക്കെ എൻ്റെ ഡ്രസ്സും സാധനങ്ങളുമാണ്. പാത്രങ്ങൾ. ഇതിൻ്റെ ഉള്ളിൽ കുരുമുളകുണ്ട്. ഇതെന്തൊക്കെയോ ഉണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ സാധനം. നമുക്ക് പൊട്ടിക്കാം. ഇത് എൻ്റെ ഡ്രസ്സ്. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഡ്രസ്സുകൾ വരുന്നുണ്ട്. ഏലക്ക എന്താ കൊടുത്തിട്ടുണ്ട്. ഏലക്കട വേണം. ഓ, ഇതും ഡ്രസ്സ്. പിന്നെ പാത്രങ്ങൾ. ഇതെന്റെ ഷാമ്പു, ഫേസ് വാഷും കാര്യങ്ങളും. ഇതൊക്കെ. ഇത് പാത്രം. ഇത് കെറ്റിലാണോ? ഉണ്ട് കെറ്റില്. സാധനമാണോ? എന്തൊക്കെയോ ഉണ്ട്. അവലോസ് പൊടി ഇതിൻ്റെ ഉള്ളില്. അവലോസ് പൊടി, മഞ്ഞൾപ്പൊടി, എന്താ സ്പൂൺ. മരത്തിന്റെ സ്പൂൺ വരെ തന്നിട്ടിട്ടുണ്ട് വീട്ടിൽ നിന്ന്. ഇതാണ് സാധനം. ഏലക്ക. നല്ല മണം. ഇത് വേറെ എന്തോ സാധനം.
കൈ മുറിയാണ്ടിരിക്കാൻ വേണ്ടി കൈ ഓറെ കൊടുത്തോട്ടിട്ടുണ്ട് വെക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് വെട്ടി ചേർന്നിട്ടുണ്ട്. രണ്ടാമത്തെ വെട്ടി ചേർക്കാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ പെട്ടി പൊട്ടിക്കാൻ വേണ്ടി പാക്കിംഗ് ആണ് ഒരു രക്ഷയില്ലാത്തത്. ഒന്നാമത്തെ കാര്യം ക്ഷമയില്ല. എൻ്റെ ഉള്ളിൽ എന്തായിരിക്കും ഇതാണ് നമ്മൾ ഏറ്റവും വലിയ പെട്ടി. നോട്ട്ബുക്ക് പഠിക്കാൻ വേണ്ടി കൊടുത്തോട്ടേക്കാണ്. നോട്ട്ബുക്ക് ഉണ്ട് ഓരോന്നെടുക്ക. ഇത് ഫുഡ് ഐറ്റം ആണ്. ഇത് ഇതൊക്കെ സാധനങ്ങളാണ്. ഇതും എന്തോ ഫുഡ് ഐറ്റം ആണ്. ഇത് ബുക്ക് വായിക്കാൻ വേണ്ടി ബുക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ഫുഡ് ഐറ്റം ആണ്. ഇതും ഫുഡ് ഐറ്റം. പ്ലാസ്റ്റിക് കണ്ടെയ്നർ. ഇതൊക്കെ കുറെ പുട്ടുപൊടി, ചെമ്പ പുട്ടുപൊടി. ഇതും എന്തൊക്കെ സാധനങ്ങളാണ്. ഇതിൻ്റെ ഫുൾ പൊട്ടിച്ചാലാണ് എൻ്റെ ഉള്ള അറിവുകൾ എന്തൊക്കെയാണ്. ഇതാണ് വേറൊരു മെയിൻ സാധനം, കുക്കർ. 5 കിലോത്തിൻ്റെ കുക്കറാണ്. ഇത് വേറെ സാധനം. ഇത് ചട്ടിയാണ് തോന്നുന്നു, മൺചട്ടിയാണിത്. തോന്നുന്നു മൺചട്ടിയാണ് തോന്നുന്നത്. മൺചട്ടി. ഇതാ ബുക്ക്. ഇത് ഫുഡ് ഐറ്റം ആണ്. ഇത് വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ട സുണ്ട, പുട്ടുപൊടി. അയ്യോ, കൊള്ളപ്പം ഉണ്ട. ഇത് വേറെന്തോ. ഇത് വെളിച്ചെണ്ണയാണ് തോന്നുന്നു കേട്ടോ. നല്ല നാടൻ വെളിച്ചെണ്ണയാണ് തോന്നുന്നത്. ഇത് കുക്കറിൻ്റെ അടപ്പ്. ഇത് ഫുഡ് ഐറ്റം ആണ്. ഈ സിൽവർ എല്ലാം ഫുഡ് ഐറ്റം ആണ്. എന്തോ സാധനം. കായവറുത്തത്, ഈന്തപ്പഴം, 2 പാക്കറ്റ് ഈന്തപ്പഴം. ഇത് ഓർഗാനിക് ശർക്കര. ഇത് വേറെന്തോ കാണാൻ പറ്റുന്നില്ല. ഫുഡ് ഐറ്റം. ഇതെന്തോ സാധനമാണ്. മിക്സർ. ഇതെന്റെ ഫേസ് വാഷ്. പിന്നെ ഇത് ശർക്കര തന്നെയാണ്, ഓർഗാനിക്. ഇത് വേറെ എന്തോ ആണ്. എന്ത് സാധനമാണാവോ. ഇതും ശർക്കര. വാളംപുളി. വീണ്ടും മിക്സർ. ഈ പലഹാരം ഐറ്റംസ് എല്ലാം എൻ്റെ അപ്പൻ്റെ വകയാണ്. ഇത് മഞ്ഞപ്പൊടി, ഓർഗാനിക് ആണ്. ഇത് വേറെന്തോ സാധനമാണ്. ഇതൊരു ബാഗാണ് എൻ്റെ. ഇത് വേറെന്തൊക്കെ സാധനം. വീണ്ടും മിക്സർ. വീണ്ടും എന്തോ പാത്രത്തിൻ്റെ എന്തോ. അങ്ങനെ ഈ പെട്ടിയും കാലിയായി. ഇത്രയും 2 പെട്ടിയിൽ ഇത്രയും നല്ല സാധനം. 2 പെട്ടിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ സാധനങ്ങളുണ്ടായിരുന്നു. ഇതിപ്പോൾ റാപ്പിംഗ് പേപ്പർ പൊളിച്ചിട്ടില്ല, ഇനി ഇത് പൊളിക്കണം.
അത്യാവശ്യം സാധനങ്ങൾ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഒന്നും പൊട്ടാണ്ട് തന്നെ കൈ കിട്ടി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ 2 പെട്ടിയിലുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇതൊക്കെ കുറേ ഫുഡ് ഐറ്റംസും കുറേ സാധനങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് മെയിൻ ആയിട്ടുള്ള സാധനം പൊട്ടാണ്ട് കൊണ്ടുവരുന്ന 2 സാധനങ്ങൾ. ഒന്ന് ഇതാണ് ചട്ടി. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ. പൊട്ടിയിട്ടില്ല എന്നാണ് ഇങ്ങനെയൊക്കെയാണ് റാപ്പ് ചെയ്തത്. കത്രിക ഒന്ന് എടുത്തല്ലോ. ചട്ടി അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. ചട്ടി പൊട്ടിയിട്ടില്ല. റാപ്പ് ചെയ്ത് ഇങ്ങനെ വെച്ചങ്ങോട്ട് കാണാം. ഇതിനെ കൊണ്ട് പൊട്ടിക്കാൻ പറ്റില്ല. വേറെ പൊട്ടിച്ചെറുതിട്ട് പൊട്ടിയിട്ടില്ല കേട്ടോ. പൊട്ടാണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തത് അങ്ങനെ ഈ ചട്ടി നമുക്ക് പൊട്ടാണ്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് 2 ചട്ടി കിട്ടിയിട്ടുണ്ട് പൊട്ടാണ്ട് തന്നെ. മെയിൻ ആയിട്ടുള്ള സാധനം ഇത് 2 ആയിരുന്നു. ഇനി ബാക്കിയുള്ള സാധനങ്ങൾ ഫുഡ് ഐറ്റംസ്, കുക്കറും കാര്യങ്ങളൊക്കെയാണ്. ഇത് പൊളിക്കാനാണ് ഏറ്റവും വലിയ പാട്. ഇവിടെ പാക്കേജിങ് അടിപൊളി പാക്കേജിങ് കാര്യങ്ങളായിരുന്നു. ബാക്കി ഇതെല്ലാം പൊളിച്ചിട്ട് നമുക്ക് കാണാം ബാക്കി. അങ്ങനെ എല്ലാ സാധനങ്ങളും എൻ്റെ റാപ്പിംഗ് പേപ്പറെല്ലാം അയച്ചു മാറ്റിയിട്ടുണ്ട്. കുറേ സമയം എടുത്തു. ഏകദേശം 2 മണിക്കൂർ കൂടുതൽ എടുത്തു ഇതിൻ്റെ റാപ്പിംഗ് പേപ്പർ പൊട്ടിച്ച് കളയാനായിട്ട്. അവിടെ സിൽവർ പേപ്പറിൽ ഇരിക്കുന്നത് ഇതാക്കണത് അതിൽ ഉണക്കമീനും കാര്യങ്ങളാണ്. ബാക്കിയെല്ലാം പൊട്ടിച്ചായിരുന്നു. കണ്ടോ, എൻ്റെ 2 മൺചട്ടി പൊട്ടിയിട്ടില്ല. അതുപോലെ തന്നെ അരിയുണ്ട പൊട്ടിയിട്ടില്ല. പിന്നെ കുപ്പിവള ഉണ്ടായിരുന്നു, അതും പൊട്ടാണ്ട് തന്നെ കിട്ടി. അടിപൊളി പാക്കേജിങ് ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു അതിൻ്റെ ഉള്ളിലെ സാധനങ്ങൾ. പിന്നെ ഇത് ഫുൾ വേസ്റ്റാണ്. ഈ ബോക്സ് ഫുള്ള് നിറഞ്ഞു. പിന്നെ കുറച്ച് വേറെ സ്ഥലത്തും ഇരിക്കുന്നുണ്ടായിരുന്നു. സോഫയിൽ ഇരിക്കുന്നുണ്ടോ, അവിടെയും കുറച്ചുണ്ട്. പിന്നെ എൻ്റെ തുണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അപ്പോൾ 2 പെട്ടികളുടെ സാധനങ്ങൾ നമ്മളെല്ലാം പൊട്ടിച്ചിവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാം ഇതിൻ്റെ കവറും കാര്യങ്ങളെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന ഏജൻസി എന്ന് പറയുന്നത് റീഗൽ ജോൺസ് ഇൻ്റർനാഷണൽ ലോജിസ്റ്റിക് വഴിയാണ് ചെയ്യുന്നത്. അവരുടെ സർവീസ് അടിപൊളിയായിരുന്നു. ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്നത് അവരുടെ പാക്കിംഗ് ആണ്. ഒരു പെട്ടി നിറയെ ഇവിടെയുണ്ട്, കുറച്ച് അവിടെയുണ്ട്. അടിപൊളി പാക്കിംഗ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇനി ഇതിൻ്റെ ഓരോരോ ഡിഷസും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും വരും വീഡിയോയിൽ കാണിക്കുന്നതാണ്. പ്രത്യേകിച്ച് പറയുന്നത് എൻ്റെ 2 ചട്ടികളാണ് പൊട്ടാണ്ടോടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ താങ്ക്സ് റീഗൽ ജോൺസ് ഇൻ്റർനാഷണൽ ലോജിസ്റ്റിക്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. ഇപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.